പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയ രോഗിയുടെ തലയിൽ ചക്ക വീണു. ഇന്നലെ വൈകിട്ടോടെ കാഷ്വാലിറ്റിക്ക് സമീപമായിരുന്നു സംഭവം. ഓമലൂർ സ്വദേശി ഗംഗാധരൻ നായർക്കാണ് പരിക്കേറ്റത്. സംഭവത്തിൽ യൂത്ത് കോൺഗ്രസ് ആശുപത്രിയിൽ പ്രതിഷേധിച്ചു. ഓമലൂർ സ്വദേശിയായ 78 വയസ്സുകാരൻ ഗംഗാധരൻ നായർ ചികിത്സയ്ക്ക് വേണ്ടി ജനറൽ ആശുപത്രിയിലെത്തിയതാണ്. ഡോക്ടറെ കണ്ട് മരുന്നു വാങ്ങാൻ വരി നിൽക്കുന്നതിനിടയിൽ കാഷ്വാലിറ്റിക്ക് സമീപമുള്ള പ്ലാവിൽ നിന്ന് ചക്ക തലയിലേക്ക് വീഴുകയായിരുന്നു. തലയ്ക്കും കൈക്കും കാലിനും ചെറിയ പരിക്കുണ്ട്. ഗംഗാധരനെ CT സ്കാനിന് വിധേയമാക്കി. മറ്റ് ആരോഗ്യപ്രശ്നങ്ങളില്ലെങ്കിലും ഇന്നലെ രാത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരുന്നു. പ്ലാവിലെ ചക്കകളെല്ലാം നേരത്തെ മുറിച്ചുമാറ്റിയിരുന്നുവെന്ന് ആശുപത്രി സൂപ്രണ്ട് പറഞ്ഞു. ഏറ്റവും മുകളിലുണ്ടായിരുന്ന ചക്ക കണ്ടിരുന്നില്ല. പ്ലാവിന്റെ ശിഖരങ്ങൾ മുറിച്ചുമാറ്റാനുള്ള ക്രമീകരണം ഉടൻ ചെയ്യുമെന്ന് ആശുപത്രി സൂപ്രണ്ട് വ്യക്തമാക്കി. ചെറിയ പ്ലാവാണ്, റീസെൻ്റ്ലിയാണ് അതിൻ്റെ അകത്ത് ചക്ക വന്നു തുടങ്ങിയത്. അപ്പോൾ 2-3 ചക്ക ഉണ്ടാവുള്ളൂ. ഞങ്ങൾ അപ്പോൾ തന്നെ സെക്യൂരിറ്റി അല്ലെങ്കിൽ ആരെങ്കിലും അത് എടുത്ത് കളയാറുണ്ട്. പക്ഷേ ഇത് ഏറ്റവും മുകളിൽ നിന്നൊരു ചക്ക ഞങ്ങൾ കണ്ടില്ല. അത് ഞങ്ങൾ ഇവിടെ നോക്കിയിട്ട് കണ്ടില്ല. ഈ പേഷ്യൻ്റ് ഇതിൽ നടന്നു പോയപ്പോൾ അത് വീണു. പേഷ്യൻറ്റിന് ഒന്നും പറ്റിയില്ല. എന്നാലും ഞങ്ങളുടെ റിസ്ക് അപ്പോൾ തന്നെ പേഷ്യൻ്റെ കാഷ്വാലിറ്റിയിലേക്ക് കയറ്റി ഞങ്ങളെല്ലാം നോക്കി. കുഴപ്പമൊന്നുമില്ല. അതിനിടയിൽ ചക്ക വീണതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് ആശുപത്രിയിലേക്ക് പ്രതിഷേധവുമായി എത്തി. പ്രതീകാത്മക ചക്കയും കുഴിമന്തിയും പിടിച്ചായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. ആരോഗ്യമന്ത്രി നടിയാണെന്നും യൂത്ത് കോൺഗ്രസ് മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ കാണിച്ചു തന്നാൽ അവർക്ക് കുഴിമന്തി കൊടുക്കുമെന്നും യൂത്ത് കോൺഗ്രസ് പ്രതിഷേധത്തിനിടെ പരിഹസിച്ചു. 24 പത്തനംതിട്ട. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.